നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസിന് തീയിട്ട് പുറമേ നിന്ന് ചിരിക്കുന്ന ശശി തരൂർ. KPCC അധ്യക്ഷനെ മാറ്റണം എന്ന ഫോർമുല കേരളത്തിൽ ആദ്യമായി ഉന്നയിച്ചത് സതീശൻ ക്യാമ്പായിരുന്നു. പിന്നീട് കാട്ടുതീ പോലെ അത് ആളിക്കത്തി. എന്നാൽ തന്നെ മാറ്റുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഓർമ്മപ്പെടുത്തി കെ സുധാകരൻ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ MP സ്ഥാനം കൂടി അങ്ങ് രാജിവെച്ച് കളയും. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ വെട്ടിയാണ് ഇക്കുറി VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത്. അന്നു മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരുണ്ട്, രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ KC വേണുഗോപാൽ. KCയാണ് സതീശനെ ഇവിടെ അവരോധിച്ചത്. സമയമാകുമ്പോൾ മുഖ്യമന്ത്രി കുപ്പായമിട്ട് KC വേണുഗോപാൽ പറന്നിറങ്ങും. ഇതിനിടയിൽ സതീശനെതിരെ ഒളിയമ്പുകളുമായി രമേശ് ചെന്നിത്തല കളം നിറഞ്ഞു. ഇടയ്ക്ക് രമേശ് ചെന്നിത്തലയൊന്ന് ഹീറോ പരിവേഷത്തിലുമെത്തി. ഇത് സതീശനെ ചൊടിപ്പിച്ചു. സതീശന് വേണ്ട വിധത്തിൽ പിന്തുണ KPCC അധ്യക്ഷൻ നൽകുന്നില്ല എന്ന പരാതിയായിരുന്നു അദ്ദേഹത്തിനൊപ്പമുള്ളവർക്ക്. തുടർന്ന് KPCC അധ്യക്ഷൻ കോപാകുലനായി. ആകെക്കൂടി ഒരു ചതഞ്ഞരിഞ്ഞ പരുവത്തിലാണ് ഇപ്പോൾ UDF. ഏതുവിധേനയും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടു. കരുത്തനായ ഒരു KPCC അധ്യക്ഷനുണ്ടെങ്കിലേ ഇനി കേരളത്തിലെ കാര്യങ്ങൾ നേരെ ചൊവ്വെ മുന്നോട്ടു പോകൂ. പ്രതിപക്ഷ നേതാവായി തൽക്കാലം സതീശൻ തുടരട്ടെ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകുന്നുവെങ്കിൽ ഒന്നുകിൽ സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, രണ്ടുപേരിൽ ഒരാൾക്ക് നറുക്കു വീഴുമെന്ന് കണക്കുകൂട്ടുന്നവരുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേർക്കും മുകളിൽ പറന്നിറങ്ങാൻ KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നു. ശശി തരൂർ അംഗം വെട്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊരു കൈ നോക്കുന്നു. ഇപ്പോഴിതാ നേതൃമാറ്റ ചർച്ചകൾ അന്ത്യഘട്ടത്തിലെത്തി നിൽക്കുന്നു. കെ സുധാകരൻ മാറി പുതിയ KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെയൊക്കെ നാളെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച യോഗം ചേരും. നേതൃത്വത്തെ വെല്ലുവിളിച്ച ശശി തരൂരും നാളെ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനിടയിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്ന സന്ദേശം കെ സുധാകരന് ലഭിച്ചു. ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് കെ സുധാകരൻ തുറന്നു പറഞ്ഞത്. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മാർച്ച് ആദ്യ പകുതിയിൽ പ്രതീക്ഷിക്കാം. ആരാകുമെന്ന കാര്യത്തിൽ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത്. ഏറ്റവും മുന്നിൽ ഈ റേസിൽ നിൽക്കുന്നത് ബെന്നി ബെഹനാൻ തന്നെയാണ്. തൊട്ടു പിന്നാലെ അടൂർ പ്രകാശുണ്ട്. സണ്ണി ജോസഫ് MLAക്കും KPCC അധ്യക്ഷനായാൽ കൊള്ളാം എന്നേ ആഗ്രഹം. അടൂർ പ്രകാശിനെ ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഒരു വ്യക്തിഗത കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. കേരളത്തിൽ ഹിന്ദു സമുദായത്തിൻ്റെ പിന്തുണ കോൺഗ്രസിനും UDFനുമൊക്കെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട തന്നെ KPCC അധ്യക്ഷനാക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് അടൂർ പ്രകാശ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ VD സതീശൻ ക്യാമ്പ് മറ്റൊരു ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് തലപ്പത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരാൾ എന്ന ആവശ്യമാണ് VD സതീശൻ ക്യാമ്പ് ഉയർത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം താക്കോൽ സ്ഥാനത്ത് ക്രിസ്ത്യൻ നേതാവില്ല എന്ന പരാതി പൊതുവെ ഉയരുന്നുണ്ട്. സഭാധ്യക്ഷന്മാർക്കൊക്കെ ഇത് സംബന്ധിച്ച പരാതി ശക്തമായി ഉള്ളിലുണ്ട്. കേരളത്തിൽ വലിയ തോതിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത നിലനിൽക്കുന്നു. കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ അടിത്തറ പിടിച്ചു നിർത്താൻ ഏറ്റവും നല്ലത് ബെന്നി ബെഹനാൻ തന്നെയാണ്. ബെന്നി പഴയ A ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുമായി അടുത്തിടപഴകിയിരുന്ന സഭാ നേതൃത്വമൊക്കെ ബെന്നി ബെഹനാനുമായി അടുപ്പം സൂക്ഷിക്കുന്നു. ഘടകകക്ഷി നേതാക്കളോട് സൗമ്യമായി ഇടപെടുന്നതിലും ബെന്നി ബെഹനാൻ ഏറെ വിജയിച്ചിരുന്നുവെന്നാണ് ബെന്നിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അടൂർ പ്രകാശിനോട് യാതൊരുവിധ താൽപ്പര്യവും VD സതീശൻ ക്യാമ്പിനില്ല. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നിർണായകമാണ്. ബെന്നി ബെഹനാനെ അനുകൂലിക്കുന്നതിലാണ് രമേശ് ചെന്നിത്തലയ്ക്കും താൽപ്പര്യം. പഴയ UDF മന്ത്രിസഭയുടെ കാലത്ത് അന്നേറെക്കാലം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്നിരുന്ന അടൂർ പ്രകാശ് ഇടക്കാലത്ത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലേക്ക് കാലുമാറുകയും പിന്നീട് രമേശ് ചെന്നിത്തലയെ ചതിക്കുകയും ചെയ്ത ചില പാരമ്പര്യമുണ്ട്. അന്ന് തന്നെ ചെന്നിത്തല അടൂർ പ്രകാശിനെ വെറുത്തതാണ്. ബാർക്കോഴയുടെ സമയത്ത് അന്ന് രമേശ് ചെന്നിത്തലയുടെ പേര് ബിജു രമേശ് ഉറക്കപ്പറഞ്ഞതിന് പിന്നിലും അടൂർ പ്രകാശിന്റെ കളികളായിരുന്നുവെന്ന് ചെന്നിത്തല ക്യാമ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ അടൂർ പ്രകാശിന് വലിയ വിശ്വാസ്യതയില്ല എന്നുള്ളിടത്താണ് ബെന്നി ബെഹനാന്റെ സാധ്യത വർദ്ധിക്കുന്നത്. KPCC അധ്യക്ഷനൊപ്പം മേഖലാതലത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഇക്കുറി പ്രഖ്യാപിക്കും. ആന്റോ ആന്റണി, റോജി M ജോൺ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ പേരുകൾ ഈ സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു കേൾക്കുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ചേർന്നാകും അന്തിമ തീരുമാനമെടുക്കുക.
കെ.സി. വേണുഗോപാലിൻ്റെ അഭിപ്രായം കൂടി രാഹുൽ ഗാന്ധി പരിഗണിക്കും. എന്നാൽ എ.കെ. ആന്റണിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാവൂ എന്നൊരു കൂട്ടർ ശാഠ്യം പിടിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്ന കെ. സുധാകരന് സമാശ്വാസമായി പ്രവർത്തക സമിതിയിൽ ഇടം നൽകാനുള്ള നീക്കം നടക്കുന്നു. മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ, മാറ്റിയാലെന്താ കുഴപ്പം, AICCക്ക് എന്നെ മാറ്റണമെന്നാണെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് കെ. സുധാകരൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഏത് തീരുമാനവും അനുസരണയുള്ള വിധേയത്വമുള്ള പ്രവർത്തകനെ പോലെ ഏറ്റുവാങ്ങി എൻ്റെ വഴിക്ക് പോകുമെന്നാണ് കെ. സുധാകരൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വച്ചത്. കോൺഗ്രസിൽ ഒരു തർക്കവുമില്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. KPCC അധ്യക്ഷ മാറ്റത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത്. ഡൽഹിയിൽ നാളെ നടക്കുന്ന യോഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതാക്കളെ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ നേതൃമാറ്റം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല തീർത്തു പറഞ്ഞു. ഹൈക്കമാൻഡ് തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. നേതൃമാറ്റം സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു. ശശി തരൂരുമായി താൻ സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് പ്രശ്നമുള്ളതായി തോന്നുന്നില്ല എന്നുമാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. എന്നാൽ കെ. സുധാകരനെ പിന്തുണച്ച് കെ. മുരളീധരൻ കളത്തിലിറങ്ങി. KPCC അധ്യക്ഷൻ മാറേണ്ട സാഹചര്യമില്ല. സംഘടനാ പ്രവർത്തനം മികച്ച രീതിയിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നത്. തരൂർ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നും കെ. മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ രംഗം ആകെ കലുഷിതമാണ്. മൂന്നാം വട്ടവും ഒരുപക്ഷെ LDF തന്നെ വിജയിച്ചേക്കാം എന്ന സംശയമുയർത്തിയത് കോൺഗ്രസ് ക്യാമ്പിലെ ശശി തരൂരാണ്. അതാണ് പാർട്ടി കേന്ദ്രങ്ങളെ ഏറെ ഞെട്ടിച്ചതും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. KPCC അധ്യക്ഷൻ ശക്തമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് കളത്തിലിറങ്ങണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ ഭരണത്തിനെതിരെ വ്യക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. ഇത്തരമൊരു ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ ബെന്നി ബെഹനാനാണ് സ്വീകാര്യത കൂടുതൽ എന്ന് ബെന്നി ബെഹനാനെ അനുകൂലിക്കുന്നവർ പറയുന്നു. പരമ്പരാഗതമായി ഈഴവ സമുദായത്തിൽപ്പെട്ടവർ CPMനെയും ഇടതുപക്ഷത്തെയും ഒക്കെ പിന്തുണച്ചിരുന്നു. അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും ശ്രമങ്ങളുടെ ഭാഗമായി ഏറെ ഈഴവ വോട്ടുകൾ BJP NDA ക്യാമ്പിൽ പോയി. ഈഴവ വോട്ടുകളിൽ ഒരു ഭാഗമെങ്കിലും പെട്ടിയിലാക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ ശിവഗിരി ബൂത്തിൽ പോലും കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. കോൺഗ്രസും UDFും ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത തന്നെയാണ്. ഇരുവിഭാഗവും പലപ്പോഴും പോർ വിളിക്കുന്നു. മുമ്പൊക്കെ വളരെ സന്തുലിത സംവിധാനമായിരുന്നു UDFിൽ ക്രിസ്ത്യൻ സംഘടനകളും മറുവശത്ത് മുസ്ലിം ലീഗും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. കേരള കോൺഗ്രസ് ബാണി വിഭാഗവും മുസ്ലിം ലീഗും ചേർന്ന് ഒരു സന്തുലിതാവസ്ഥ കൈവരിച്ചിരുന്നു UDFിനുള്ളിൽ. മറുഭാഗത്ത് നായർ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ UDF ആർജിച്ചിരുന്നു. എന്നാൽ KM മാണി ആദ്യം പുറത്താക്കി. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണം. ഇതോടെ ക്രിസ്ത്യൻ നേതാക്കൾ UDFിലില്ല എന്ന ചിന്ത ശക്തമായി. പല സഭാപിതാക്കന്മാരും തങ്ങളുടെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ ശക്തനായ ഒരു ക്രിസ്ത്യൻ നേതാവിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകത തന്നെയാണ് ഈ സഭാ നേതാക്കൾ പ്രകടിപ്പിച്ചതും. ജോസഫ് വാഴക്കനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ക്രിസ്ത്യൻ നേതാക്കളുണ്ട്. അതിലപ്പുറം ബെന്നി ബെഹനാനു വേണ്ടിയും ശക്തമായ വാദമുഖങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. കേരള കോൺഗ്രസ് ബാണി വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്താണ്. PJ ജോസഫ് വിഭാഗത്തിന് വലിയ ജനപിന്തുണയുമില്ല. ക്രിസ്ത്യൻ വിഭാഗം കൂടുതലായി LDFിലേക്ക് അടുക്കുന്നു എന്ന ധാരണ പൊതുവെ UDFിലുണ്ട്. ഇത് UDFിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുന്നു. ബെന്നി ബെഹനാനെയോ വേറൊരു ക്രിസ്ത്യൻ നേതാവിനെയോ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് KPCC അധ്യക്ഷനാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന വാദമാണ് UDFിൽ ശക്തമാകുന്നത്. ഇതുതന്നെയാണ് അടൂർ പ്രകാശിന് ഏറ്റവും വിനയാകുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.